ഒന്നും അറിയാത്ത ബാധിക്കുന്നില്ല. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. സ്ത്രീയെ അടിച്ചമർത്താൻ വേണ്ടി അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. വാവിട്ട വാക്കും വയറുവിട്ട വളി രണ്ടും തിരിച്ചെടുക്കാൻ പറ്റൂല. പാലസ്തീൻ യുദ്ധത്തിന് സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട് ഉക്രൈനിലെ വേദനിക്കുന്ന ജനങ്ങൾക്ക് സംസാരിക്കുന്നില്ല? You shameless creature. Bloody bullshit. ചോദിച്ച ഒരു ബന്ധവുമില്ലാതെ ഒരു ബന്ധവുമില്ലാത്ത കാര്യം ചോദിച്ചാൽ എന്ത് മറുപടി? ശ്രീകണ്ഠൻ നായർ സാറിനോട് ഒരു ബന്ധവുമില്ലാത്ത പാലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി താങ്കൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് പുരുഷ കമ്മീഷൻ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. മാഡം പറയുന്ന പല വിഷയങ്ങളും ഇതുമായിട്ട് അതുകൊണ്ട് പുരുഷ കമ്മീഷൻ വേണ്ട. കേട്ടോ ഓവറല്ലേ? ഭയങ്കര ഓവറാ. ഞാൻ പറയുന്നു എന്റെ 16 അടിയന്തര അടുത്ത് കഴിഞ്ഞു സാർ. ജനങ്ങൾ ഇളകിയിരിക്കുക. ഇതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഇല്ല എന്ന് താങ്കൾ എങ്ങനെയാ പറയുക? അതല്ല ഉദ്ദേശം. രാജ്യസഭയിൽ ബില്ല് വന്നു, ബില്ല് വരുന്നു, അത് പാസ്സായ വാലിഡിറ്റി ആയില്ലേ? പറയുന്നത് പല്ലില്ലാത്ത നിരവധി സിംഹങ്ങളും ഞാൻ പറഞ്ഞ ഡയലോഗ് അത് ചേർന്ന് എനിക്കിട്ട് പുലികളും നമുക്ക് ഇനി എന്തിനാ? ഞാൻ പറയട്ടെ, പകരം വേണ്ടത് എന്താണ്? ശ്രീ രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിലെ ഒരു പുരുഷ സഹായ സംഘം ഇപ്പൊ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവര് ഈ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന ചെറുപ്പക്കാരായ യുവാക്കൾക്ക് നല്ല നിയമസഹായം നൽകട്ടെ, അവർക്ക് നല്ല അഭിഭാഷകരുടെ ഹെൽപ്പ് നൽകട്ടെ. വക്കീലേ, കാര്യം താങ്കൾ കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റിയെ കുറിച്ച് പറഞ്ഞു. താങ്കൾ ഇരിക്കുന്ന എന്ത് വാലിഡിറ്റിയില്ല? ഈ ഇരിക്കുന്ന അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് എന്ത് വാലിഡിറ്റി ആയിരിക്കുന്നത്? താങ്കൾ വാദിക്കുന്നത് എന്തിന്റെ ബേസില? ഉത്തരം പറ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതാണ്. ഇന്ത്യൻ പാർലമെന്റും കേരള നിയമസഭയും ഉണ്ടാക്കിയ നിയമം വെച്ചാൽ താങ്കൾ ഈ വാദിക്കുന്നതല്ല. ഈ ഫൈറ്റില് നമ്മൾ പങ്കെടുക്കൂലോ അല്ലേ? ഞാനോ? എന്നാലും രസം.